ഏഴയാകുന്നോരെന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമത്രയോ ആശ്ചര്യം. നിന്റെ പാപശാപങ്ങൾ നീക്കിയും തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാനിനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 12-ാം വാക്യം. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. കാള ക്രൂരമായ ശക്തിയുടെ ചിഹ്നമാണ്. യോർദാന് കിഴക്കുള്ള വളരെ ഫലഭൂഷ്ടമായ പ്രദേശമാണ് ബാശാൻ. അവിടെ വളരുന്ന കാളകൾ തടിച്ചു കൊടുത്ത് രാജ്യത്തെ ഏറ്റവും വലിയ കാളകളായി മാറുന്നു. അവ സകലവും ചവിട്ടി മെതിച്ചു കളയുന്നു. അതുപോലെ ദാവീദിൻ്റെ ശത്രുക്കളായ അബ്ശാലോമും അഹിത്തോഫലും ഇസ്രായേൽ ജനത്തിൻ്റെ ഹൃദയം കവർന്ന് ദാവീദിനെതിരെ മത്സരിക്കുന്നു. ശക്തിയും സ്വാധീനങ്ങളും അവരുടെ കയ്യിൽ ആയിരുന്നതുകൊണ്ട് അവർ ദാവീദിന് എതിരെ മത്സരിച്ച് അവനെ തകർക്കുവാൻ ശ്രമിക്കുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവുമായി ബന്ധപ്പെട്ട് യഹൂദരും ഭരണാധികാരികളും ഒന്നിക്കുമ്പോൾ ക്രിസ്തു ഏകനായി അവരുടെ മധ്യത്തിൽ നിൽക്കുന്നതായി ഈ വാക്യത്തെ ചേർത്ത് നമുക്ക് ധ്യാനിക്കുവാൻ കഴിയും. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലും ശത്രുക്കളുടെ മധ്യത്തിൽ ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ നാം കടന്നുപോയെന്ന് വരാം. എന്നാൽ അവിടെ വിശ്വാസത്തിൽ തളരാതെ നിലനിൽക്കുവാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ശത്രുവിൻ്റെ നടുവിൽ അകപ്പെടുമ്പോഴും നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.